അടുത്ത് ഒരു പിശുക്കനുണ്ടായിരുന്നു കേട്ടോ. അയാൾക്കോ ധാരാളം പണമുണ്ടായിരുന്നു. എന്നിട്ടെന്താ, അയാൾ കീറിയ ഉടുപ്പേ ധരിക്കും. അയാളുടെ പണം കൊണ്ട് അയാൾ ഭക്ഷണം കഴിക്കില്ല. മറ്റുള്ള വീട്ടിൽ ചെന്ന് ഭിക്ഷയാചിച്ചാണ് അയാൾ ഭക്ഷണം കഴിച്ചിരുന്നത്. അയാളുടെ വീട്ടിൽ ധാരാളം എലികളുണ്ടായിരുന്നു. ശല്യം കേട്ടപ്പോൾ അയാൾ ഒരു എലിക്കണി വാങ്ങി. അത് ഒരു പഴയതായിരുന്നു. ഒരാളോട് വില പേശി വാങ്ങിയതാണത്. അയാൾ എലിക്കണിയിൽ വെച്ചതെന്താണെന്ന് കേൾക്കണോ? ഒരു വീട്ടിൽ നിന്ന് ഭിക്ഷയാചിച്ച് കിട്ടിയ ഒരു കഷ്ണം കപ്പ. അയാൾ എലിക്കണി ഒരുക്കി വെച്ചു. പിറ്റേ ദിവസം രാവിലെ എടുത്തു നോക്കി. ഒരു എലി കുടുങ്ങിയിട്ടുണ്ട്, ചെറുത്. അയാൾ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, നോക്കൂ, നീ ചെന്ന് അറയിൽ നിന്ന് ഒരു പഴയ ചാക്ക് എടുത്തുകൊണ്ട് വാ. അയാളുടെ ഭാര്യയോ പിശുക്കി. അവൾ അറയിലുള്ള ചാക്കുകളിൽ വെച്ച് ഏറ്റവും പഴയ ചാക്ക് എടുത്തുകൊണ്ടുവന്നു. ആ ചാക്കിൽ നിറയെ ദ്വാരങ്ങളായിരുന്നു. പിശുക്കൻ എലിപ്പെട്ടിയുടെ വായ ചാക്കിലേക്ക് വെച്ചു. എലി ചാക്കിനകത്തായി. അയാൾ ചാക്കിൻ്റെ വായ അടച്ചുകെട്ടി. അപ്പോഴേക്കും എലി ദ്വാരത്തിൽ കൂടി രക്ഷപ്പെട്ടു. അയാൾ എലിയുടെ പിന്നാലെ ഓടി. പക്ഷേ അയാൾക്ക് എലിയുടെ അടുത്ത് പോലും എത്താൻ സാധിച്ചില്ല. നോക്കണേ, പിശുക്കനും പിശുക്കിയും പറ്റിയ പറ്റ്.